സഹോദരങ്ങളെ, ഈ ഒരു ന്യൂസ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിൽ വൈറലായ ഒരു വാർത്തയായിരുന്നു. കാസർഗോഡ് ഹനാൻ ഷായുടെ സംഗീത പരിപാടിക്കിടെ തിക്കും തിരക്കും 10 പേർ ആശുപത്രിയിൽ എന്നുള്ളതാണ് ആ വാർത്തയിലുള്ളത്. ഈ ഒരു വാർത്ത പുറത്തിറങ്ങിയതിനു ശേഷം കാസർഗോഡ് ജില്ലയിലെ മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും വലിയ ദുഷ്പേരുണ്ടാക്കിയ ഒരു വിഷയമാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഏതോ ഒരു പരിചയമില്ലാത്ത പാട്ടുകാരൻ, സോഷ്യൽ മീഡിയയിലും മറ്റും വൈറലായ ഒരാൾ എന്നതിന് അപ്പുറം ഇവിടെ കൂടിയിരിക്കുന്ന മുസ്ലിം സ്ത്രീകൾക്കും മറ്റു ആളുകൾക്കും ഒന്നും ഈ ഹനാൻ ഷായെ പരിചയമില്ല. പക്ഷെ അവിടെ അവന്റെ ഒരു സംഗീത പരിപാടിക്ക് സീറ്റ് ഒരുക്കിയിരുന്നത് ഏകദേശം 3000-ഓളം ആളുകൾക്ക് വേണ്ടി മാത്രമായിരുന്നു. പക്ഷെ ജനങ്ങൾ ഇങ്ങനെയുള്ള പേക്കൂത്തുകൾക്കും അനാചാരങ്ങൾക്കും കൂട്ടുപിടിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ചും മുസ്ലിമീങ്ങളായ ആളുകൾ ഇതിനൊക്കെ വലിയ രൂപത്തിൽ സപ്പോർട്ട് ചെയ്യുന്നവർ ആയതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് പർദ്ദയിട്ട മുസ്ലിം സ്ത്രീകൾ, ഇവരൊക്കെ 30,000-ത്തിനേക്കാളും കവിഞ്ഞ് ആ ഒരു സംഗീത പരിപാടിക്ക് സംബന്ധിച്ചു. ഇതിന് ആളുകൾക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ പോലീസ് വന്ന് പരമാവധി നിയന്ത്രിച്ചു. അതുകൊണ്ടാണ് അത്തരം ചുരുക്കം ചില ആളുകൾ ഹോസ്പിറ്റലിൽ എത്തിയത്. ഈ ഒരു വിഷയത്തിൽ പോലീസിന് ബിഗ് സല്യൂട്ട് അറിയിക്കുകയാണ്. നിങ്ങൾ ചെയ്തത് വലിയ നല്ലൊരു വിഷയമാണ്. അതോടൊപ്പം ചില വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. നമ്മുടെ ആ ഒരു ഹനാൻ ഷായുടെ സംഗീത പരിപാടിയിൽ വളരെയേറെ വലിയ രൂപത്തിൽ ജനബാഹുല്യമുണ്ടാക്കിയത് പർദ്ദയിട്ട നമ്മുടെ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളാണ്. എല്ലാം ഗൾഫ് പണത്തിന്റെയും സാമ്പത്തിക പുരോഗമനത്തിന്റെയും സാമ്പത്തിക ഡെവലപ്മെന്റിന്റെയും പിന്നാമ്പുറമാണ് നാം ആ ഒരു പരിപാടിയിൽ പർദ്ദയിട്ട മുസ്ലിം സ്ത്രീകളെ കണ്ടപ്പോൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഗൾഫിൽ അധ്വാനിക്കുന്ന പുരുഷന്മാർ, സ്ത്രീകളെ വലിയ സ്നേഹത്തോട് കാണുന്ന ഗൾഫിൽ കഷ്ടപ്പെടുന്ന കാസർഗോഡ് ജില്ലയിലെ പുരുഷന്മാരോട് പറയാനുള്ളത്, മറ്റു സ്ത്രീകളെ ഇങ്ങനെ വിലസാൻ വിടുന്ന ആളുകളോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ ഇസ്ലാമിനെ പറയിപ്പിക്കരുത്. മുസ്ലിം സമുദായത്തെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കൂട്ടുനിൽക്കുന്നവരാണ് പേക്കൂത്തുകളും അനാചാരങ്ങൾ. അത് പോലീസിനെ പോലും നിയന്ത്രിക്കാൻ കഴിയാതെ ഇങ്ങനെയുള്ള സംഗീത പരിപാടികൾ ഒക്കെ സംഘടിപ്പിച്ച് അതിനൊക്കെ നേതൃത്വം കൊടുത്ത് മുസ്ലിം സമുദായത്തെ പറയിപ്പിക്കുന്ന രൂപത്തിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഗൾഫ് പണങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള അമ്മമാർക്കോ ഭാര്യമാർക്കോ സ്ത്രീകൾക്കോ അയച്ചു കൊടുക്കരുത്. ഈ രൂപത്തിലുള്ള പേക്കൂത്തുക്കൾക്കും അനാചാരങ്ങൾക്കാണ് അവർ വന്ന് നേതൃത്വം കൊടുക്കുന്നതും അതിന് പൈസ ചെലവഴിക്കുന്നതും. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയം പരമാവധി കാസർഗോഡ് ജില്ലയിലെ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്നവർ, മുസ്ലിമീങ്ങളായ ആളുകൾ ഇനിയെങ്കിലും സൂക്ഷിച്ച്, മറ്റു മതക്കാർ ഇസ്ലാമിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഹനാൻ ഷായുടെ സംഗീത പരിപാടിക്കെതിരെ തിക്കുംതിരക്ക് ഉണ്ടായ അതുപോലത്തെ സംഭവങ്ങളിൽ അന്യമതക്കാർ പോലും ഇസ്ലാമിനെ സംബന്ധിച്ച് എന്തെല്ലാം വിചാരിച്ചിട്ടുണ്ട്. ഇനി മുതൽ അങ്ങനെ നിങ്ങൾ ഒരിക്കലും പറയിപ്പിക്കരുത്. ഇസ്ലാമിന് ഒരു വലിയ മഹത്വം ഇവിടെയുണ്ട്. മുസ്ലിമീങ്ങൾക്ക് വലിയൊരു സ്ഥാനമുണ്ട്, വലിയൊരു ഇസ്സത്തുണ്ട്, വലിയൊരു അഭിമാനമുണ്ട്. ആ അഭിമാനത്തെ പിച്ചിച്ചുണ്ടുന്ന രൂപത്തിൽ, തരം താഴ്ത്തുന്ന രൂപത്തിൽ, നിസ്സാരമാക്കുന്ന രൂപത്തിൽ ഒരു ഇസ്ലാമിന്റെ മേൽ പ്രവർത്തിക്കുന്നവരും മുസ്ലിമീങ്ങളും